എന്തൊരു ബോറാ. നീണ്ട കാർ യാത്രകളിൽ പലപ്പോഴും പലരും പറഞ്ഞ് കേൾക്കാറുള്ളതാണിത്. ദീർഘദൂരം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിരസത വേണമെന്ന് വെച്ചാലും ഒഴിവാക്കാനാകാറില്ല. പാട്ട് കേട്ടും റീൽസ് കണ്ടും സമയം കൊല്ലാൻ ശ്രമിക്കാറുണ്ടെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതും ബോറടിക്കും. ദീർഘദൂര കാർ യാത്രകളിൽ ഉടനീളം ബോറടിക്കാതിരിക്കാൻ സാങ്കേതിക ഭീമനായ സോണിയും കാർ നിർമ്മാതാക്കളായ ഹോണ്ടയും പുതിയ ഒരു ഉപാധി വിപണിയിൽ എത്തിക്കുകയാണ്. കാറിനുള്ളിലിരുന്ന് പ്ലേ സ്റ്റേഷൻ ഗെയിമുകൾ കളിക്കാൻ അവസരം ഒരുക്കുകയാണ് ഇരുവരും ചേർന്ന്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും സത്യമാണ്. സോണിയും ഹോണ്ടയും ചേർന്ന് നിർമ്മിച്ച അഫീല 1 എന്ന ഇലക്ട്രിക് കാർ ഈ സവിശേഷതയോട് കൂടിയാണ് ഉപഭോക്താക്കളിലേക്ക് എത്താൻ പോകുന്നത്. സാധാരണയായി കാർ നിർമ്മാണവുമായി ബന്ധമുള്ള കമ്പനിയല്ല സോണി. എന്നാൽ എന്റർടൈൻമെന്റ്, ഗെയിമിംഗ് മേഖലകളിലുള്ള അവരുടെ പരിചയവും ഹോണ്ടയുടെ ഓട്ടോമൊബൈൽ വൈദഗ്ധ്യവും ചേരുമ്പോൾ പിറക്കുന്നത് വ്യത്യസ്തമായ ഒരു ഇലക്ട്രിക് കാർ ആശയമാണ്. അതിന്റെ ഫലമാണ് അഫീല 1. ഈ കൂട്ടുകെട്ടിലെ ആദ്യ വാഹനമാണ് അഫീല 1. ഇതിന്റെ വില ഏകദേശം $89,900 അഥവാ ഏകദേശം 80,73,500 രൂപ. അഫീല 1ന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയാണ് പ്ലേ സ്റ്റേഷൻ റിമോട്ട് പ്ലേ സപ്പോർട്ട്. കാറിനുള്ളിലെ സ്ക്രീനിൽ പ്ലേ സ്റ്റേഷൻ ഗെയിമുകൾ കളിക്കാനാകും. സാധാരണ പ്ലേ സ്റ്റേഷൻ കൺട്രോൾ ഉപയോഗിച്ചോ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ചോ ഗെയിമുകൾ കളിക്കാം. ഇതിന് കുറഞ്ഞത് 5 Mbps ഇന്റർനെറ്റ് വേഗത ആവശ്യമാണ്. കൂടുതൽ മികച്ച അനുഭവത്തിനായി 15 Mbps വേഗതയുള്ള ഇന്റർനെറ്റ് ആവശ്യമാണ്. ഇത് ഡ്രൈവർക്ക് വേണ്ടിയല്ല, യാത്രക്കാരുടെ വിനോദത്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് സംവിധാനങ്ങൾ കൂടാതെ ഒരു ഇലക്ട്രിക് കാറിന് ആവശ്യമായ 91 kWh ബാറ്ററി, ഡ്യുവൽ ഇലക്ട്രിക് മോട്ടോറുകൾ, ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, പരമാവധി 360 kW പവർ ഔട്ട്പുട്ട് എന്നിവയും ഇതിന്റെ സവിശേഷതയാണ്. അതായത് പൂർണ്ണമായും ഒരു പ്രീമിയം പെർഫോമൻസ് EV തന്നെയാണ് അഫീല 1. ആക്സിലറേഷൻ പോലുള്ളവയുടെ കൃത്യമായ കണക്കുകൾ പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ഈ വിവരങ്ങൾ തന്നെ ഈ വാഹനത്തിന്റെ ശേഷി വ്യക്തമാക്കുന്നതാണ്. സോണി ഹോണ്ട അഫീല 1 അവതരിപ്പിക്കുന്നത് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾ എന്ന ആശയത്തോടെയാണ്. ഈ കാറിലെ പല ഘടകങ്ങളും സോഫ്റ്റ്വെയർ വഴി അപ്ഡേറ്റ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. ഇതിന്റെ ഉദാഹരണമാണ് ഡിജിറ്റൽ ലൈസൻസ് പ്ലേറ്റ്. സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റിന് പകരം ഡിജിറ്റൽ ഡിസ്പ്ലേ അടിസ്ഥാനമാക്കിയുള്ള നമ്പർ പ്ലേറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്ത വർഷം മുതൽ അഫീല 1 വിപണിയിൽ ലഭ്യമാകും. ആദ്യം അമേരിക്കയിലെ കാലിഫോർണിയയിൽ മാത്രമാകും എത്തുക. മറ്റ് വിപണികളിലേക്കുള്ള വിപുലീകരണത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. സോണി ഹോണ്ട അഫീല 1 ഒരു സാധാരണ കാർ എന്നതിലുപരി കാറുകൾ ഭാവിയിൽ എങ്ങനെ ഉപയോഗപ്പെടും, യാത്രാനുഭവം എങ്ങനെ കൂടുതൽ വിനോദകരമാക്കാം എന്നതിന്റെ ഒരു പരീക്ഷണം കൂടിയാണിത്. അഫീല 1 വിപണിയിൽ ഒരു വലിയ വിജയം നേടുമോ അതോ ഒരു പ്രത്യേക വാഹനം മാത്രമായി ഒതുങ്ങുമോ എന്ന് വരും വർഷത്തിൽ അറിയാം. വാഹന നിർമ്മാണ മേഖലകളിലും വലിയ മാറ്റങ്ങൾ വരുന്നു എന്നതിന്റെ വലിയ തെളിവാണ് അഫീല 1. ഇനിയും എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ മേഖലകളിലും ഉണ്ടാകുന്നത് എന്ന് കാലം തെളിയിക്കും.